നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് 2 ഒറാക്കളുടെയൊക്കെ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് കാർഡ്സ് എടുത്തിട്ട് വായിച്ചു തരാം. ഓക്കെ, നമസ്കാരം. ആദ്യം ഓരോന്നായിട്ട് നോക്കാം. യു ആർ എ ബെറ്റർ പേഴ്സൺ ദൻ ഐ ആം. നിങ്ങൾ എന്തുകൊണ്ടും അവരെക്കാളും മെച്ചപ്പെട്ട ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യശ്രീയാണെന്ന് അവർ വിചാരിക്കുന്നു കേട്ടോ. ദർ വർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് എസ് ബീൻ ടുഗെദർ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്നവർ പറയുകയാണ്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഈ സ്ട്രെസ് അവർക്ക് സഹിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞു. ഐ എം സ്ട്രഗ്ലിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. അവരുടെ പാസ്റ്റിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. പാസ്റ്റിൽ എന്തെങ്കിലും ട്രോമ ഉണ്ടായിരുന്നിരിക്കും, അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. അവരുടെ ഒരു ഭാഗം തന്നെ ഇല്ലാത്ത പോലെയാണ് നിങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ കൂടെ. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. നിങ്ങളോട് ഫീൽ ചെയ്ത ആ ഒരു പാഷൻ ഉണ്ടല്ലോ, അത് അവർക്ക് മറ്റാരോടും ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. അതായത് നേരത്തെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൂമെൻറ്റ്സ് ഒക്കെ അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നു എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഐ ഡോണ്ട് വാണ്ട് ടു ബി അലോൺ. അവർക്ക് തനിയെ ആയി പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്, അത് അവർക്ക് വേണ്ട എന്ന് പറയുന്നു. ഐ വിഷ് ഐ കുഡ് ബി ഫുള്ളി ഓണസ്റ്റ് വിത്ത് യു. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. വൈ കാണ്ട് ഐ മൂവ് ഓൺ ഫ്രം യു. അവർക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനേ സാധിക്കുന്നില്ല. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഈസ് ഇറ്റ് ഓവർ? നിങ്ങളവരെ വിട്ടുപോകാൻ തീരുമാനിച്ചോ എന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. യു വർ റൈറ്റ്. നിങ്ങളായിരുന്നു ശരി. ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു. നിങ്ങളെ പ്രതി അവർ ഒബ്സെസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹു ഐ ആം എനി മോർ. അവരാരാന്ന് തന്നെ അവർക്ക് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനിലേക്ക് അവരെത്തിയിരിക്കുകയാണ് എന്നവർ പറയുന്നു കേട്ടോ.